കുട്ടികളിൽ പത്രവായന വർദ്ധിപ്പിക്കുന്നതിനായി മാതൃഭൂമി ഒരുക്കുന്ന പദ്ധതിയാണ് മധുരം മലയാളം. ഇതിന്റെ ഭാഗമായി കുട്ടികൾ സ്കൂളിൽ മാതൃഭൂമി പത്രം വായിച്ചതിന് ശേഷം വിശകലനം ചെയ്യും. എറണാകുളം തേവയ്ക്കലിലെ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ പത്രം വായിക്കുന്ന ദൃശ്യങ്ങൾ കാണും. കാർത്തിക്, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാനും എന്റെ അങ്കിളുടെ വീട്ടിലാണ് പോകുന്നത്. ഭയങ്കര മഴ ആയതുകൊണ്ട് എന്റെ വീട്ടിലുള്ള വഴിയെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുമായിരിക്കും. ഇന്നലത്തെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടോ? മുംബൈയിൽ 300 മില്ലിമീറ്റർ മഴ പെയ്തുവെന്ന്. അതെ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത്ര അധികം മഴ പെയ്യുന്നത് അതും ഒറ്റ ദിവസത്തിൽ ഇത് ആദ്യമായിട്ടാണ്. മഴ മാത്രമല്ല, ശക്തമായ തിരമാലകളും കടലിലുണ്ടായിരുന്നു. മഴ കാരണം ട്രെയിനുകൾ ഓടിയില്ല, വിമാനങ്ങൾ പറന്നില്ല, എല്ലാവരും വീട്ടിലിരിക്കേണ്ടി വന്നു. അടുത്ത പ്രാവശ്യം മഴ വരുമ്പോൾ വെള്ളം കളയാനായി ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയാണ്. എന്തിനാ ഈ റോബോട്ടൊക്കെ? കഴിഞ്ഞ ദിവസം എല്ലാവരും കുഴഞ്ഞു വീണ് മരിച്ചേ. നമ്മൾ വായിച്ചതല്ലേ പത്രത്തിൽ? നമുക്ക് റോബോട്ടിനെ വരെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഒരു മഴ പെയ്താൽ എന്ത് ചെയ്യാമെന്ന് പോലും അറിയില്ല. ഒരു മഴ വന്നാൽ എന്താണ് എല്ലാ മെട്രോ സിറ്റികളും വെള്ളത്തിലടിയിൽ മുങ്ങുന്നത്? വൈഷ്ണവി, ഇതാണ് നമ്മൾ പഠിച്ച ഹ്യൂമൻ ഡിസാസ്റ്റർ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ. അതെ അമ്മയാ, പ്രകൃതിയെ സംരക്ഷിക്കാതെയുള്ള നമ്മുടെ പല പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ ഉണ്ടായത്. ജയൻ, നീയാണോ ഡോക്ടർ എസ് സോമനാഥ് സാർ പറഞ്ഞ വിദ്യാർത്ഥി? എന്ത് മനസ്സിലായില്ല? ഇന്നലത്തെ പത്രത്തിൽ കണ്ടില്ലേ? SSLC +2 പരീക്ഷയിൽ A+ കിട്ടിയവർക്ക് സമ്മാനം കൊടുത്തപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതെ, വിദ്യാലയങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കും അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇന്നത്തെ ലോകത്തിൽ വിജയമെന്ന് ഇത് ഇന്നലത്തെ പത്രത്തിൽ സോമനാഥൻ സാർ പറഞ്ഞതാണ്.